ഇന്ന് നമുക്ക് മലയാളം വ്യഞ്ജനാക്ഷരങ്ങളിലെ കുറച്ച് അക്ഷരങ്ങൾ കൂടി പഠിക്കാം. ക എന്ന അക്ഷരം എങ്ങനെയാണ് എഴുതുന്നത് എന്നുള്ളത് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഇന്ന് നമുക്ക് റ, ര, ത, ന, ദ ഇതെങ്ങനെ എഴുതാമെന്ന് നോക്കാം. ഒരു ഡൗൺ കർവ് പോലെ ആണ് നമ്മൾ എന്ത് എഴുതുന്നത്? റ എന്ന അക്ഷരം എഴുതുന്നത്. താഴേക്ക് വരുന്ന രീതിയിൽ ഡൗൺ കർവായിട്ട് എഴുതുന്നു. ഒരു ഡബിൾ ലൈനിട്ട് നമുക്കത് എങ്ങനെ എഴുതാം എന്നുള്ളത് കുട്ടികളെ പഠിപ്പിക്കാം. താഴത്തെ വരയിൽ നിന്ന് തൊട്ട് മുകളിലത്തെ വരയിൽ മുട്ടി വീണ്ടും താഴേക്ക് വരുന്ന രീതിയിൽ എഴുതിയാൽ എന്തായി അക്ഷരം? റ എന്ന അക്ഷരമായി. ഇനി നമുക്കിതുപോലെ ഡോട്ടുകൾ ഇട്ട് കൊടുത്ത് അതിന് മുകളിലൂടെ കുട്ടികളെ എഴുതി പരിശീലിപ്പിക്കാം. ഓരോ അക്ഷരം എഴുതുമ്പോഴും അക്ഷരം ഏതാണെന്ന് പറഞ്ഞെഴുതാൻ പറയുക. അടുത്ത അക്ഷരമാണ് ര. ര എന്ന അക്ഷരം എഴുതുന്നത് റ എന്ന അക്ഷരം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടുത്തത് ര പഠിപ്പിക്കാൻ എളുപ്പമാണ്. റായിനുള്ളിലൂടെ ഒരു കർവ് കൊടുത്ത് ഞാൻ എന്തായി അത്? ര എന്ന അക്ഷരമായി. 2 ലൈനിൽ നമുക്കിതുപോലെ രായും എഴുതി പഠിപ്പിക്കാം. ഡോട്ടുകൾ ഇട്ട് കൊടുത്ത് ര എന്ന അക്ഷരം എഴുതി പഠിക്കാൻ നമുക്കവർക്ക് കൊടുക്കാം. റ എഴുതി ഒരു ചെറിയൊരു ചുറ്റിക്കെട്ട് കൊടുത്താൽ രായായി. അടുത്ത അക്ഷരമാണ് ന. 2 റ കൂട്ടി എഴുതി കഴിഞ്ഞാൽ അതെന്തായി? ന എന്ന അക്ഷരമായി. ഒരു റ എഴുതുക, അതേ ചേർത്ത് തന്നെ നമുക്ക് അടുത്ത റായൊന്നും കൂടി എഴുതാം. ആ അക്ഷരമാണ് ന. ഇതുപോലെ ഡോട്ടുകൾ ഇട്ട് കൊടുത്ത് നമുക്കവരെ കൊണ്ട് അക്ഷരം എഴുതി പരിശീലിപ്പിക്കാം. ഓരോന്ന് എഴുതുമ്പോഴും ന എഴുതുവാണെങ്കിൽ ന എന്ന് പറഞ്ഞ് എഴുതാൻ നമുക്ക് ശീലിപ്പിക്കാം. ഡബിൾ ലൈനിലുള്ള നോട്ടിൽ നമുക്ക് എഴുതി പഠിപ്പിക്കാം. താഴേന്ന് തുടങ്ങി മുകളിൽ മുട്ടി താഴേക്ക് വീണ്ടും അതുപോലെ തന്നെ ഒരു റായും കൂടി അതിൽ ചേർത്ത് എഴുതി കഴിഞ്ഞാൽ അക്ഷരമാണ് ന എന്ന് പറയുന്നത്. അടുത്ത അക്ഷരമാണ് ദ. ന എന്ന അക്ഷരം തിരിച്ചെഴുതിയാൽ വരുന്ന അക്ഷരമാണ് ധ എന്ന് പറയുന്നത്. അപ്പം ആദ്യം മുകളിൽ നിന്ന് തുടങ്ങി താഴേക്കെടുത്ത് വീണ്ടും മുകളിൽ മുട്ടിച്ച് വീണ്ടും അതേപോലെ തന്നെ എഴുതി കഴിഞ്ഞാൽ അക്ഷരമാണ് ധ എന്ന് പറയുന്നത്. ഇതും നമുക്ക് എന്ത് ചെയ്യാം? ഒരു 2 ലൈൻ ബുക്കിൽ നമുക്കവരെ കൊണ്ട് ഡോട്ടിട്ട് കൊടുത്ത് അതിന് മുകളിലൂടെ അവരെ എഴുതി ശീലിപ്പിക്കാം. മുകളിലത്തെ വരയിൽ നിന്ന് തുടങ്ങി താഴത്തെ വരയിൽ മുട്ടി വീണ്ടും മുകളിലത്തെ വരയിൽ കൊണ്ടുവന്ന് അതേപോലെ തന്നെ വീണ്ടും എഴുതുക. ന എങ്ങനെ എഴുതുന്നു അത് തിരിച്ചെഴുതുന്നതാണ് ധ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ എന്തൊക്കെ പഠിച്ചു? റ എന്ന അക്ഷരം പഠിച്ചു. റായ്ക്കുള്ളിൽ ചെറിയൊരു കുനിപ്പിട്ട് കഴിഞ്ഞാൽ എന്തായി? ര എന്ന അക്ഷരമായി. 2 റ അടുപ്പിച്ച് എഴുതി കഴിഞ്ഞാൽ അത് എന്തക്ഷരമായി? ന എന്ന അക്ഷരമായി. ന തിരിച്ചെഴുതിയാൽ എന്തായി? ധ എന്ന അക്ഷരമായി. അപ്പോൾ ആ ഒരു റ എന്ന അക്ഷരത്തെ തുടർന്ന് പഠിക്കാൻ എളുപ്പമുള്ള അക്ഷരങ്ങളാണ്. അടുത്ത അക്ഷരം നോക്കാം, ത. ഒരു റാ എഴുതി അതിനുള്ളിലൂടെ ഒരു റായും കൂടി എഴുതിയാൽ അക്ഷരം എന്തായി? ത എന്ന അക്ഷരമായി. അപ്പം ആദ്യം റാ എഴുതുക, അതിനെ തുടർന്ന് അതിനുള്ളിലൂടെ ഒരു റായും കൂടി എഴുതുക. അപ്പോൾ എന്തായി അക്ഷരം? ത എന്ന അക്ഷരമായി. ഇനി 2 ലൈനിൽ നമുക്കിതുപോലെ ത എഴുതി ശീലിപ്പിക്കാം. ത ഒരു റായി എഴുതി അതിനുള്ളിലൂടെ ഒരു റായും കൂടി എഴുതിയാൽ അക്ഷരം തായായി. ഡോട്ടിട്ട് കൊടുത്ത് അതിന് മുകളിലൂടെ കുട്ടികളെ എഴുതി നമുക്ക് ശീലിപ്പിക്കാം. നമ്മൾ ഏതക്ഷരം കൂടെ പഠിച്ചു? ത എന്ന ഒരക്ഷരം കൂടി പഠിച്ചു. ഈ ഒരു അക്ഷരം റാ തുടങ്ങിക്കഴിഞ്ഞാൽ അതിനോട് ചേർത്ത് പഠിപ്പിക്കാൻ എളുപ്പമുള്ള അക്ഷരങ്ങളാണ്. അപ്പം നമ്മൾ പഠിച്ചത് റാ, രാ, ന, ന തിരിച്ചെഴുതി കഴിഞ്ഞാൽ എന്തായി അക്ഷരം? ധ. ഒരു റായ്ക്കുള്ളിലൂടെ അടുത്ത റാ എഴുതിയാൽ അക്ഷരം അത് ത. ഇത്രയും അക്ഷരങ്ങൾ
നമുക്ക് കുട്ടികളെ പഠിപ്പിക്കാം.